യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏകരക്ഷകനായ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം എന്ന് പറഞ്ഞ് ഇവിടെ വ്യക്തമാക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക്, പഴയതിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെയുള്ള ജീവാത്മാവിന്റെ നിയമത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പുതിയ നിയമത്തിലുള്ള ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിത ശൈലി? ക്രിസ്തീയ ജീവിത ശൈലി എന്നുള്ളത് പരിശുദ്ധാത്മാവുമായിട്ട് ആഴമേറിയ വ്യക്തിപരമായ ബന്ധത്തിൽ, ആത്മാവിന്റെ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിലാഷങ്ങൾ നിവർത്തിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പൊ അവിടെ ആത്മാവിന്റെ അഭിഷേകം കുറയുമ്പോൾ, ജീവന്റെ ആത്മാവിനെ സ്വീകരിച്ചവർ, ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്ക് അത് അവരുടെ ഏറ്റവും വലിയ അഭിവാജ്യ ഘടകമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നതും ആ അഭിഷേകവും. ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അപ്പോൾ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് നിയമങ്ങളെല്ലാം മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ അല്ലെങ്കിൽ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് അത് നിവർത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സ്വന്തം ശരീരത്തിൽ ഈ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുകയാണ്. കർത്താവായ യേശുവിന്റെ പ്രത്യേകത എന്താ? ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, ദ ഓൺലി ഹ്യൂമൻ ബീയിങ്. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ദൈവം, പരിപൂർണ മനുഷ്യനായി ജനിച്ച ദൈവം, ആ പരിപൂർണ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത്? അതിനെക്കുറിച്ച് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു, ക്രൂശിൽ അവൻ സകലതും പൂർത്തീകരിച്ചു. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിശ്വസിക്കുന്ന ഏതൊരുവരും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സൗജന്യമായ നീതീകരണം ക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ ലഭിക്കുന്നു. അതുവഴി ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്കാണ് ദൈവപിതാവുമായിട്ട് സമാധാനത്തിലായിരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു ജീവിക്കുവാനും സാധ്യമാകുന്നത്. ഹല്ലേലൂയ. ഇത് സാധാരണഗതിയിലുള്ള നമ്മുടെ പഴയ നിയമത്തിലെ ഒരു ടോപ്പിക് എടുത്തിട്ട് അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു മോട്ടിവേഷണൽ മെസ്സേജ് അല്ല കേട്ടോ. ഇന്ന് ഞാനിത് പങ്കുവയ്ക്കുന്നത് വൺ ഓഫ് ദ കോർ ക്രിസ്ത്യൻ മെസ്സേജാണ്. ഇത് പൊതുവെ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിലും നമ്മൾ ഈശോയിൽ വളർന്നു വരുന്ന കർത്താവിന്റെ ആ ഒരു വചനത്തെ ആഴപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പൊതുവെ എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇപ്പോൾ ഈ കുറെ ദിവസങ്ങളായിട്ട് കർത്താവ് അത് ഓൺലൈനിലായിട്ടും ഒക്കെ പങ്കുവയ്ക്കുവാൻ ദൈവം വലിയൊരു പ്രചോദനം നൽകുന്നുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും ഈ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ബേസ്ഡ് ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അതിനകത്താണ് നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ, ആ ഒരു വലിയ ത്രഷോൾഡ് ഉണ്ട്, വലിയൊരു ഒരു ഹയർ എന്താ പറയുക പോസിബിലിറ്റി ഉണ്ട് ഇൻ ക്രൈസ്റ്റ്. അത് നമ്മൾ അനുഭവിക്കണം, അത് ഡിസ്കവർ ചെയ്യണം. ഇവിടെ അതിന് 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു, അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? ദൈവം എന്തിനാ തന്റെ പുത്രനെ അയച്ചത്? അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി, ഇങ്ങനെ പറഞ്ഞേ, എന്റെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു. ഈ ഭൂമിയിൽ കർത്താവ് കടന്നു വന്നത് ദ ഗ്രേറ്റസ്റ്റ് റീസൺ എന്തിനു വേണ്ടിയാ? നിന്റെ, എന്റെ, നമ്മുടെ
പാപപരിഹാരത്തിന് വേണ്ടി അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. നിയമത്തിന്, പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് ഈ ശിക്ഷയൊക്കെ ഏറ്റെടുത്ത് ക്രൂശിൽ ബലിയായി തീർന്നത്? ഇത് ക്രിസ്ത്യാനികളും പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും. ഇങ്ങനെ പള്ളിയിലൊക്കെ പോയി കുർബാന പ്രാർത്ഥനകളൊക്കെ കൂടുന്നുണ്ട്. ഈ ബോൺ ഇൻ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ളവർക്കാണ് അവരെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ പലപ്പോഴും എന്താണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, എന്താണ് ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ആ ഒരു അതിന്റെ ശ്രേഷ്ഠത, അതെന്താന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുന്നത്. 4-ാം വാക്യം, ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായോ? അതായത് യേശു എന്തിനാ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചത്? എന്തിനാ പാപപരിഹാര ബലിയായി തീർന്നത്? ഇതെല്ലാം ചെയ്തത് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഡീപ്പറായിട്ടുള്ളൊരു ഫെലോഷിപ്പിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. ഏറ്റവും വലിയ വിടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുതൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ടൊരു കാര്യം കിട്ടുന്നതും, ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നു. ദ റിയൽ വിടുതൽ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുകയും യേശുക്രിസ്തുവിനോടുള്ള രക്ഷ, കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്ന് എനിക്ക് രക്ഷ സൗജന്യമായി നൽകുന്നു, ആ രക്ഷയെ സ്വീകരിക്കുന്നു. അങ്ങനെ ആ യേശു ക്രിസ്തുവുമായിട്ട്, കർത്താവുമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു വലിയ അഭേദ്യമായ ബന്ധം. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. അതാണ് ഏറ്റവും വലിയ ഡെലിവറൻസ്. ഇവിടെ അങ്ങനെ അത്തരത്തിൽ ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറയുകയാണ്. അവർക്കുള്ളൊരു പോസിബിലിറ്റി എന്താ? ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ശരീരത്തിന്റെ പ്രവണതകൾ, ശരീരത്തിന് ഒരു ഫുഡ് കഴിക്കാൻ തോന്നും, ആ ഫുഡ് തന്നെ വേണം. നമുക്ക് ശരീരത്തിന്റെ പ്രവണതകളുണ്ടല്ലോ, ലെസ്റ്റ് ആയിട്ടുള്ള തോട്ട്സ്, പല കാര്യങ്ങളും ശരീരത്തിന്റെ പ്രവണതകളുണ്ട്. വചനം പറയാണ്, ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി. അപ്പൊ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം എവിടെയാ? പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം നമുക്ക് എവിടെ അനുഭവിക്കാൻ പറ്റുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന താരക്ക്, ഷേർലി, മണി, ഡാനിയൽ, ലീന, റെമി, നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങൾക്കും ഇപ്പം ഓൺലൈനിൽ ഇപ്പം ജോയിൻ ചെയ്യുന്നവരും പിന്നീട് ജോയിൻ ചെയ്യുന്നവരുമായ എല്ലാവർക്കും നിങ്ങൾക്ക് 3 തലങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരമുണ്ട്, നിങ്ങൾക്ക് സ്പിരിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സോൾ ഉണ്ട്. സ്പിരിറ്റ്, സോൾ, ബോഡി 3 തലങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പം നമ്മുടെ ബോഡിയിലാണ് നമുക്ക് സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, ഇതെല്ലാം എവിടെയാ? നമ്മുടെ ബോഡി. അപ്പം ശരീരത്തിന്റെ പ്രവണതകൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഓരോ പ്രവണതകളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആ ഒരു ബോഡി എന്നുള്ളൊരു തലം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ സോൾ, നമ്മുടെ സോളിലാണ് മൈൻഡ്, ഇമോഷൻസ്, നമ്മുടെ ആ ഹിതം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ. പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ചില സമയത്ത് മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ റോങ് ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്, അല്ലെ? റോങ് ഡിസിഷൻ, അല്ലെങ്കിൽ ചിലപ്പം ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മനസ്സിൽ ബാറ്റിൽ ചെയ്ത സമയത്ത് അനാവശ്യമായിട്ട് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു സോൾ റലമുണ്ട്, ബോഡിയുടെ റലമുണ്ട്. ചില സമയത്ത് ബോഡി ഭയങ്കരമായിട്ട് ടയർഡായി കഴിയുമ്പോൾ നമുക്ക് അതും നമ്മുടെ ക്യാരക്ടറിനെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ സോൾ ഉണ്ട്, ബോഡിയുണ്ട്. ഇനി 3ാമത് ഒരു തലം കൂടി നിങ്ങൾക്കുണ്ട്, അതാണ് നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ കോൺഷ്യൻസ്, നിങ്ങളുടെ കമ്മ്യൂണിയൻ. ആ ഒരു കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്നുള്ള ആ സംഭവം നടക്കുന്നത് നിങ്ങളുടെ സ്പിരിറ്റിലാണ്. അപ്പം പരിശുദ്ധാത്മാവ് എവിടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? ഹി സ്പീക്സ് ടു യു ഇൻ യുവർ സ്പിരിറ്റ്. അപ്പം കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിക്ക്, ഈശോയുമായിട്ട് ഒരു വ്യക്തിക്ക് കമ്മ്യൂണിയൻ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ വല്ലാത്ത വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ബൈബിളും വചനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വായിക്കാനും തോന്നുന്നില്ല. നമ്മുടെ ശരീരം ഒന്ന് പറയും, നമ്മുടെ മനസ്സ് വേറെന്ന് പറയും. എന്നാൽ ഇത് രണ്ടിനെ മറികടന്ന് ദൈവവചനം തുറന്ന് നമ്മളത് കേട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയും. ആ സ്പിരിറ്റിനകത്ത് ആത്മാവിന്റെ അഭിഷേകം, നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ജീവനിൽ ദൈവാത്മാവിന്റെ ശക്തി നിറയപ്പെടുമ്പോൾ നമ്മുടെ സോളും നമ്മുടെ ബോഡിയിൽ നിൽക്കുന്ന റലവും മുഴുവൻ ദൈവം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഏത് മേഖലകളിലും ദൈവം ഇടപെടും. പക്ഷെ ആ ഒരു തലത്തിലേക്ക് നമുക്ക്
ദൈവവചനത്തിലൂടെയുള്ള അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്പിരിറ്റും നമ്മുടെ സോളും നമ്മുടെ ബോഡിയും പലതും പറയും. ബോഡി പറയും നീ ഇന്നത് ചെയ്യും, ചിലപ്പോൾ സോള് പറയും, മനസ്സ് തന്നെ പറയും. ചിലപ്പം ചില ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഓടി നടക്കും, പല സ്ഥലങ്ങളിൽ ഓടിപ്പോയി പ്രാർത്ഥിച്ചാലേ ഉള്ള കാര്യം നടക്കത്തുള്ളൂ. വാസ്തവത്തിൽ നിങ്ങൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയാലും, നിങ്ങൾ ഒരു വ്യക്തിയുടെ ശുശ്രൂഷ പങ്കെടുത്താലും, നിങ്ങളിപ്പോൾ ഈ ഓൺലൈനിൽ ഈ വചനം കേട്ടാലും, നിങ്ങൾ വചനം വായിച്ചാലും, ലിറ്ററലി ഏത് ലൊക്കേഷനിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ സ്പിരിറ്റിൽ ദൈവശക്തി നിറയുമ്പോഴാണ് വിടുതൽ മാനിഫെസ്റ്റ് ആകുന്നത്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ നമ്മളെ ആ ഒരു തലത്തിലേക്ക് സഹായിക്കും. പക്ഷേ ലിറ്ററലി അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ ഉള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അതിനുവേണ്ടി വില മുഴുവൻ യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കർത്താവാണ് സഭയാകുന്ന ശരീരത്തെ ഈ ഒരു നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, ഡേ ടു ഡേ ലൈഫുണ്ട്, ജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫെലോഷിപ്പുകൾക്ക് പോകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ സ്പിരിറ്റിനെ ശക്തിപ്പെടുത്തും. തന്നെ ഇരുന്നുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ വി ആർ ഇൻ ദ കമ്മ്യൂണിറ്റി, നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ഒരുമിച്ച് അങ്ങനെ പങ്കെടുക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്പിരിറ്റിൽ ഇതെല്ലാം എവിടെയാണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് വരുന്നത്? നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി വന്ന് നിറയപ്പെടുകയാണ്. അങ്ങനെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. അപ്പം ദൈവം മോശയിലൂടെ കൽപ്പന കൊടുത്തു. പക്ഷെ മനുഷ്യർക്ക് ആർക്കും ആ കൽപ്പനയെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവര് സ്വന്തം ശരീരത്തിൽ ആശ്രയിച്ച്, ശരീരത്തിൽ കൽപ്പന ഒരു ദൈവകൽപ്പന ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ ഈ കുമ്പസാരവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇങ്ങനെ നീ ആ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നടക്കും. അവസാനം എന്താ പറയുന്നത്, വണ്ടിയുടെ ബ്രേക്ക് പോയ പോലെ ഈ സംഭവത്തിലേക്ക് തന്നെ വീണ്ടും വന്ന് വീഴും. അതിന്റെ കാരണം എന്താ? നമ്മൾ ആ കൽപ്പനകളിലേക്ക് മുറുകെ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം വചനത്തിൽ പറയുന്നത്, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു, ക്രൂശിൽ സകൃതം പൂർത്തീകരിച്ച് ഇന്ന് നിന്നെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സ്പിരിറ്റിനെ ശക്തിപ്പെടുത്തുവാൻ തയ്യാറായി വില്ലിങ് നിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങളെ ദൈവം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ദൈവം പഴയ നിയമത്തിൽ നിന്ന്, അതായത് നിങ്ങളിപ്പോൾ ഒരു റൂമിനകത്ത് നിൽക്കുക, ആ റൂമിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് എഴുതിയെങ്കിൽ ആ റൂമിനകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദൈവം തന്റെ രക്തത്തിലൂടെ നീതീകരിച്ചൊരു പുതിയ റൂമിനകത്തോട് കയറ്റി. ആ റൂമിന്റെ ടൈറ്റിൽ റൈച്ചസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ നീതീകരിക്കപ്പെട്ടവർ, ദൈവ മക്കൾ. അപ്പോൾ ആ റൂമിനകത്ത് നിൽക്കണം. ആ റൂമിനകത്ത് നിന്ന്, ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങണം. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. എന്റെ കേഴ്സുകൾ, എന്റെ ബന്ധനങ്ങൾ, എന്റെ ശാപങ്ങൾ യേശു കുരിശിൽ പാപപരിഹാര ബലിയായി തീർന്ന നിമിഷം പഴയ നിയമത്തിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ ശാപങ്ങളിൽ നിന്നും യേശു എന്നെ ബ്രേക്ക് ചെയ്തു. നൗ ഐ ആം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. പക്ഷെ ഈ കിങ്ഡം ഓഫ് ഗോഡിലാണെങ്കിൽ അതിനകത്ത് യേശു ക്രൂശി ചെയ്തു കഴിഞ്ഞ യേശു ക്രൂശി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അതിന്റെ ആ ഒരു ഫുൾനെസ് നമുക്ക് അനുഭവിക്കണമെങ്കിൽ we should be guided under the influence of the Holy Spirit completely, totally, all the time. അതാണ് ദൈവം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 17-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17 വാക്യം. പതിനാറ് മുതൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അപ്പം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾക്കൊന്നും എതിരാന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിലാഷങ്ങളുണ്ട്. അതായത് ഹോളി സ്പിരിറ്റ് നോസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിലുള്ള എല്ലാ നന്മകളും, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്ലഷേഴ്സും, എല്ലാ സിസ്റ്റം വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അപ്പൊ ദൈവാത്മാവിന്റെ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യമേ എന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുവാൻ, അതോടുകൂടെ സകലതും നിങ്ങളിലേക്ക് വന്ന് ചേർക്കപ്പെടും.
അപ്പോൾ ഇവിടെ ദൈവാത്മാവിന്റെ അഭിഷേകത്തിൽ ആ ഒരു തലത്തിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നിയമത്തിന്റെ അനുശാസനം നമ്മളിൽ സഫലമായി തീരുന്നു. അങ്ങനെയാണ് സ്ക്രിപ്ചറിൽ നമ്മൾ കാണുന്ന റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പഴയ നിയമത്തിൽ നിന്ന് ദൈവം പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഗൈഡൻസിൽ ദൈവം നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ പഴയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡിനേക്കാളും ഉയർന്ന ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്. അപ്പൊ പഴയ നിയമത്തിൽ ഈ ദശാംശം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അല്ലെ? ഇപ്പോൾ നമുക്ക് ദൈവജനം അവർക്ക് കിട്ടുന്നതിന്റെ 10% അത് ദൈവത്തിനും അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവജനം അവർക്കുള്ളതെല്ലാം അത് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ, അത് 10% എന്നല്ല, ചിലപ്പോൾ 30%, ചിലപ്പോൾ 50%. എന്നാൽ അതനുസരിച്ച് ദൈവാത്മാവിന്റെ ആഗ്രഹം പോലെ അവർ അത് മറ്റുള്ളവർക്കായി ദാനം ചെയ്യുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവരെല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷനിൽ ദൈവജനം നയിക്കപ്പെടുന്നു. 5-ാമത്തെ വാക്യം, ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഈ 2 വാക്യങ്ങൾ വായിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതായത് ഇവിടെ നമ്മൾ കാണുകയാണ്, ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഭൂമിയിൽ 100 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 100 വർഷം 365 365 × 100 36,500 ദിവസം. ഇപ്പം വലിയ ഒരു ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി മസ്കിന് എത്രയാ? $1 ട്രില്യൺ യൂറോ ഉണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വട്ട് യു ഹാവ്, അതെല്ലാം ടൈം എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത്, അല്ലേ? നിങ്ങൾ തീരുമാനിച്ചൊരു സമയത്തല്ല നിങ്ങൾ ജനിച്ചത്, നിങ്ങൾ തെരഞ്ഞെടുത്തൊരു വീട്ടിലല്ല, ഒരു കാലഘട്ടത്തിലല്ല. വൈ ഡിഡ് യു ബോൺ ഇൻ 1970 or 80 or 90? എന്തുകൊണ്ട് 18th century ജനിച്ചില്ല? എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജനിച്ചു? അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു നിയോഗപ്രകാരം ഈ ഭൂമിയിൽ ജനിച്ചവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി, ആ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് പാപത്തിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചത്. ഇനി ആ ദൈവനീതിക്ക് നമ്മളൊന്ന് കീഴ്പ്പെടണം. യേശുക്രിസ്തുവിലൂടെയുള്ള ആ നീതീകരണത്തിന് ഈ ഭൂമിയിലുള്ള ഒരു ആത്മാവ് കീഴ്പ്പെടുമ്പോൾ കർത്താവ് സൗജന്യമായി നൽകുന്ന രക്ഷയിലൂടെ നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ അഭിലാഷങ്ങൾ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും, പക്ഷെ ദൈവനീതിക്ക് നമ്മൾ കീഴ്പ്പെടണം. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ സെയിന്റ് പോൾ പറയുകയാണ്, ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. സഹോദരരെ, എന്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ഇസ്രായേൽ രക്ഷിക്കപ്പെടണം. ഇസ്രായേലിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ? വാട്ട് ഈസ് റിയൽ റീസൺ ബിഹൈൻഡ് ഓൾ ദിസ് പ്രോബ്ലം? ഉള്ള ക്രിസ്ത്യൻ കൺട്രികളെല്ലാം പോയി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, താങ്ങി നിർത്തുന്നു, ലോട്ട് ഓഫ് ദം. എന്തുകൊണ്ടാണ്? വൈ? എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഇസ്രായേലിലെ ട്രൂ പ്രോബ്ലം? ഇവിടെ പൗലോസിനെ പഠിപ്പിക്കുകയാണ്, ഹൃദയപൂർവകമായ എന്റെ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ പാപപരിഹാര ബലിയായി തീർന്നു. ആ യേശുവിന്റെ പരിഹാര ബലിയിലൂടെ സൗജന്യമായി ദൈവം എന്നെ രക്ഷിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ രക്ഷയെ സ്വീകരിച്ച് ദൈവപുത്രനെ വിശ്വസിക്കുമ്പോൾ, ദൈവപുത്രനെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ സൗജന്യമായി ദൈവത്താൽ നീതീകരിക്കപ്പെടുകയാണ്. അപ്പൊ അവിടെ ഒരു ട്രൂ ഹ്യൂമിലിറ്റി വേണം, ഒന്ന് എളിമപ്പെടണം. ആ ഒരു കാര്യത്തിനകത്ത് ഇസ്രായേലിന് പറ്റുന്നില്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച്, 2-ാമത്തെ വാക്യം, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വലിയ തീക്ഷ്ണതയുള്ളവരാണ് ഇസ്രായേലിലുള്ളവർ. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ.
എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും. കണ്ടോ, എന്താ പ്രശ്നം? ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകുന്നു. ഇതാണ് നമുക്കെല്ലാവർക്കും ഉള്ള റിയൽ പ്രോബ്ലം എന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ദിസ് ഈസ് ദ റീസൺ. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് നമ്മൾ അജ്ഞരാകും. നമ്മൾ ദൈവത്തിന്റെ നീതി, ഇന്നാളെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു ബ്രദറിനോട് പറഞ്ഞു, ഒരു സഹോദരനെ കണ്ടിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാത്തതിന്റെ കാരണം യു ബീൻ ഫിൽഡ് വിത്ത് സോ മെനി റോങ് നോളജ്. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ബൈബിളിലെ പൗലോസ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ടാണത്. ഏത് മനുഷ്യനും ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നീതി എന്താ? ദൈവത്തിന്റെ നീതി ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് നമ്മളെ സൗജന്യമായി നീതീകരിക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ തന്നെ വ്യഗ്രതപ്പെടുക. എനിക്ക് അവിടെ പോണം, ഇവിടെ പോണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ ദൈവം എന്നെ അംഗീകരിക്കത്തുള്ളൂ, നീതീകരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരാള് രാത്രി വേണം 24, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാദർ 24 മണിക്കൂർ ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുക. നിങ്ങളുടെ പപ്പ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്താ? മക്കൾക്ക് ആ അപ്പൻ അനുഭവിച്ച ആ ടോയിൽ ചെയ്ത കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി, അപ്പനെ ഒന്ന് അംഗീകരിച്ച്, ആ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ്, അപ്പൻ നൽകുന്ന ആ ഒരു അനുഗ്രഹത്തെ, ആ ഒരു നിങ്ങൾ എന്താണോ ആ സംഭവം ഒന്ന് സ്വീകരിക്കാനാണ്. എന്നാൽ അപ്പൻ ഇത് നിങ്ങൾക്കായിട്ട് ഇങ്ങനെ എടുത്തു തരുമ്പോൾ നിങ്ങളത് കൈതട്ടി മാറ്റിയിട്ട്, ഞാൻ സ്വയമേ അത് നേടിക്കോളാം, ഞാൻ നേടിയെടുക്കും, എനിക്കത് പറ്റും, ഞാൻ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞ് മുട്ടയിലഴിഞ്ഞ് ഞാൻ ഈ വീടിന്റെ ചുറ്റും 70 പ്രാവശ്യം ഞാൻ ഓടും. ഞാൻ ജസ്റ്റ് ഒരു അസ്യൂമിങ് ചെയ്ത് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്ന ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇതാണ് ഒരു മനുഷ്യൻ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയെ തള്ളിപ്പറയുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ. എന്നാൽ ഇന്ന് ഞാനും ആരാ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. 1 Corinthians 12:27. അപ്പൊ ഇസ്രായേലിനെ നമ്മൾ ബ്ലസ് ചെയ്യും. പൗലോസിനെ പഠിപ്പിക്കുന്നുണ്ട്, വി ബ്ലസ് ഇസ്രായേൽ. അതിന്റെ കാരണം നമ്മൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അവർ ജലസാണ്, തീഷ്ണതയുള്ളവരാണ്. പക്ഷെ ഒരു കാര്യം, ഇന്ന് ഇസ്രായേലിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയെ അവർ വിശ്വസിക്കുക. യേശു ഏകരക്ഷകനാണെന്ന് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുമ്പോൾ വാസ്തവത്തിൽ അതിനൊരു അടുത്ത തലവും കൂടിയുണ്ട്. കുരിശിൽ സകലതും പൂർത്തീകരിച്ച് രക്ഷയുടെ കവാടം സകല മാനവരാശിക്കും വേണ്ടി യേശു തുറന്നു കൊടുത്തു. അത് സകലർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുത്തേക്കുവാണ്. സൗജന്യമായ നീതീകരണം കൊടുത്തേക്കുവാണ്. അത് നമ്മൾ പറയാതെ യേശു ഏകരക്ഷകൻ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും ഈ മതം, അതായത് ക്രിസ്തു മതത്തിലെ ഒരു ദൈവം യേശു, ആ ദൈവം കറക്റ്റാണ്, ബാക്കിയെല്ലാം റോങ് ആണ്. അങ്ങനെയല്ല. യേശുവിന്റെ പരിഹാര ബലിയിലൂടെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ദൈവം സൗജന്യമായ നീതീകരണം കൊടുക്കുകയാണ്. ആ നീതീകരണം വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കും. അങ്ങനെ ദൈവവുമായിട്ട് ആ ഒരു സമാധാനത്തിലേക്ക് പ്രവേശിച്ചവരിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആ അഭിഷേകം കിട്ടിക്കഴിയുമ്പോഴാണ് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് കർത്താവിന്റെ ശരീരത്തിന്റെ, അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിന്റെ ശരീരമാകുന്ന അവിടുത്തെ സഭയോട് ചേർന്ന് ജീവിച്ച് കർത്താവിനോട് ചേർന്ന് നമുക്ക് എപ്പോഴും ആയിരിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ശരീരത്തിന്റെ പ്രവണതകൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം എല്ലാവർക്കും അറിയാം. എന്നാൽ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ പോസിബിലിറ്റി ഉണ്ട്. എനിക്കും നിങ്ങൾക്കും ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒരു നിത്യതയുണ്ട്.
അത് 36,500 ദിവസം അല്ല, അതിനൊരു ഇറ്റേണിറ്റി ഉണ്ട്. സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനോടൊപ്പമുള്ള ഒരു ഇറ്റേണൽ ലൈഫ് അതിനകത്തുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുന്നു. അപ്പം ഈ ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പത്രോസ്ലിയ പിന്നീട് ലേഖനം എഴുതുകയാണ്, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടുത്തെ ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. 2 പത്രോസ് 1-ാം 3-ാം വാക്യം. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കും. കണ്ടോ? അപ്പം വേറൊരു ലെവലിലേക്ക് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കയറുവാണ്. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്ക് ആവശ്യമായിട്ടുള്ളത് അത് ദൈവത്തിന് അറിയും. അപ്പൊ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ മുഴുവനും മനുഷ്യൻ ഈ ഓസ്ട്രേലിയക്കൊക്കെ ഇപ്പം എനിക്കിങ്ങനെ ചിലരെ പ്രയർ റിക്വസ്റ്റ് അയക്കാറുണ്ട്. ബ്രദറെ, എത്രയും വേഗം ഞങ്ങൾക്ക് അവിടെ പെർമനന്റ് റെസിഡൻസ് കിട്ടണം. പെർമനന്റ് റെസിഡൻസ്. പെർമനന്റ് റെസിഡൻസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നിത്യമായ വാസം, അല്ലേ? അപ്പം നമ്മൾ ഒരു വിഷനിൽ ആൾക്കാർ വീട് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നല്ലതാണ്. പെർമനന്റ് റെസിഡൻസ് ഒക്കെ കിട്ടുന്നു, ഒരു രാജ്യത്ത് പോയി താമസിക്കുന്നതൊക്കെ അനുഗ്രഹമാണ്, നല്ലതാണ്. പക്ഷെ മനസ്സിലാക്കുക, ഈസ് ഇറ്റ് യുവർ പെർമനന്റ് റെസിഡന്റ്? ഈസ് ഇറ്റ് യുവർ പെർമനന്റ് റെസിഡൻസ്? നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസ് ആണോ? വലിയ വീട് വെക്കുവോ, നല്ല വാഹനം യാത്ര ചെയ്യുവോ ഒക്കെ ചെയ്തോ. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ഇതല്ല യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു നിത്യമായ പെർമനന്റ് റെസിഡൻസ് ഉണ്ട്. അവിടെ നിന്ന്, ആ ദൈവരാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവന്റെ ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. അത് ചെയ്തിരിക്കുന്നു എന്ന വചനത്തിൽ പറയുന്നത്. ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി ബീൻ പ്രൊവൈഡഡ് വെയർ? ഇൻസൈഡ് ഓഫ് യു. ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവ എന്തൊക്കെയാണ് ഈ ലൈഫ് ടൈം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അതൊരു സംഭവമായിട്ട് നിങ്ങളിൽ ഡൗൺലോഡഡ് ആയിട്ട് വന്ന് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിത യാത്രയിൽ എപ്പോഴാണോ ഈ ഒരു, ചിലപ്പോൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചാലും ഈ വീണ്ടും ജനനം എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ നമുക്കുള്ളിലൊരു ഒരു എന്താ പറയുന്നത്, ഉള്ളിലൊരു റിവൈവൽ സംഭവിക്കുകയാണ്, ഉള്ളിലൊരു എൻലൈറ്റ്മെന്റ് കിട്ടുവാണ്. ചിലപ്പോൾ ജീസസ് യൂത്തിന്റെ പ്രയറിന്റെ സമയത്തായിരിക്കും, ചിലപ്പോൾ ഒരു റിട്രീറ്റിന്റെ സമയത്തായിരിക്കും, എപ്പോഴാണെന്നും പറയാൻ പറ്റുന്നത്. വെൻ ദാറ്റ് ഹാപ്പൻസ്, ആ വീണ്ടും ജനന അനുഭവത്തിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ഉള്ളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സ്പിരിറ്റ് സോൾ ബോഡി, നമ്മുടെ സ്പിരിറ്റിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടത് ദൈവം ഓൾറെഡി പ്രൊവൈഡഡ് ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. ഇനി ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അത് വെളിപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1 പത്രോസ് 1:23 നമ്മൾ കാണുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ഇത് വീണ്ടും ജനിച്ചവനാണ് പിടികിട്ടുന്നത്. വീണ്ടും ജനിച്ചവനുണ്ട്, വീണ്ടും ജനിക്കാത്തവനുണ്ട്. വീണ്ടും ജനിച്ചവനുണ്ട്, വീണ്ടും ജനിക്കാത്തവനുണ്ട്. ക്രിസ്ത്യവിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് 100 വർഷം ബുദ്ധിയുടെ തരത്തിൽ പഠിച്ചാൽ ഇത് പിടികിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിലാക്കി തരും. അപ്പൊ ഇവിടെ വീണ്ടും ജനിക്കുന്നവൻ, ആ ജനിച്ചവനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ഇവിടെ പറയുക, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. അപ്പൊ ദൈവവചനത്തിലൂടെ, കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആ വീണ്ടും ജനിച്ച വ്യക്തി, ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റിനെ ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസിനെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, റിക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് എവിടെയാണ്? ഈ സ്പിരിറ്റിലാണ്. നിങ്ങളുടെ വിടുതലുകളെല്ലാം സംഭവിക്കുന്നത് ഈ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാകുമ്പോൾ നിങ്ങളുടെ സോളിലേക്കും ബോഡിയിലേക്കും. ചിലപ്പോൾ നിങ്ങൾ റിട്രീറ്റ് കൂടുമ്പോൾ, ഒരു ആരാധന കൂടുമ്പോൾ, ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് നമ്മൾ സ്വസ്ഥമാവും, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ. അതിൻ്റെ കാരണം നമ്മുടെ സ്പിരിറ്റിൽ ആത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇന്നത്തെ ഒരു ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വലിയ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഉള്ള റിയൽ സംഭവം എന്നുള്ളത്. ഇത് സ്പിരിറ്റ് ലെഡ് ഉള്ള ആൾക്കാരുടെ എണ്ണം അത് വളരെ മൈനോറിറ്റിയാണ്. ബുദ്ധിയുടെ തലത്തിൽ ഇതിനെ മനസ്സിലാക്കുന്നവർ എണ്ണം മെജോറിറ്റി ആയിപ്പോയി. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ബുദ്ധിയുടെ തലത്തിലുള്ള പല ആശയങ്ങളും സംഭവങ്ങളും ഒക്കെ കയറി വരുന്നത്. അപ്പം നമുക്കത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും നമ്മളൊരിക്കലും സഭയുടെയോ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിനെയോ നെഗറ്റിവിറ്റിയോ കുറ്റമൊന്നും പറയണ്ട. നമ്മൾ പ്രാർത്ഥിക്കുക. വി ജസ്റ്റ് പ്രേ ദാറ്റ് പീപ്പിൾ വിൽ കം അണ്ടർ ദ ഹോളി സ്പിരിറ്റ്. കോൺസ്റ്റന്റൈൻ്റെ കാലഘട്ടത്തിൽ അന്ന് വളരെ മൈനോറിറ്റി ആയിരുന്നു, സ്പിരിറ്റ് ലെഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ ഒരു രാജ്യത്തിന് തന്നെ ദേശീയ മതമായി ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഡിക്ലെയർ ചെയ്ത സമയത്ത് അന്ന് റോമിലുള്ള പെയ്ഗൻ മതത്തിലുള്ള പുരോഹിതരെ എല്ലാം ക്രിസ്തീയ മതപുരോഹിതരാക്കി മാറ്റി. അപ്പം അവരെല്ലാവരും ഒന്നും ക്രിസ്ത്യൻ ഈ സ്പിരിറ്റ് ലെഡ് ലൈഫിലേക്കോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് അവർക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പിന്നെ അത് ബുദ്ധിയുടെ തലത്തിൽ പഠിക്കുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും ബുദ്ധിയുടെ തലത്തിൽ പഠിച്ച് ഇതിനെ വർഷങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഇത് രണ്ട് തലമാണ്. നമുക്കിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഭക്ഷണം, ഒരു പർട്ടിക്കുലർ ഭക്ഷണം, ആ ഭക്ഷണം അത് കഴിച്ച് ടേസ്റ്റ് അനുഭവിച്ച ഒരു വ്യക്തിക്ക് അതെന്താണെന്നറിയാം. എന്നാൽ അതിനെക്കുറിച്ച് അത് കഴിക്കാതെ ടേസ്റ്റ് ചെയ്യാതെ എന്നാൽ അതിനെക്കുറിച്ച് 10 വർഷം 30 വർഷം 40 വർഷം പഠിച്ച ഒരാൾക്ക് അവർക്ക് അവർ പറയുന്നതിനകത്തും മനസ്സിലാക്കുന്നതിനകത്തും ഒരു വ്യത്യസ്ത തലങ്ങളുണ്ട്. നമുക്കൊരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അറിവുള്ളവർ അവർക്ക് കഴിക്കാൻ ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ചർച്ചിനെയോ ചർച്ചിൻ്റെ ലീഡേഴ്സിനെയോ നമ്മളൊന്നും ക്രിട്ടിസൈസ് ചെയ്യരുത്. അത് ഇഫ് സംബഡി ഈസ് നോട്ട് മൂവിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, അവർക്ക് അതിനുള്ള ആ അനുഭവം കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ബുദ്ധിയുടെ തലത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വലിയ സമാധാനം കിട്ടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളാണെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ബ്ലെസ് ചെയ്യുക, അവർക്ക് ദൈവത്തിന്റെ അനുഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിലെ ആ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ഓൾറെഡി കർത്താവ് ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു, അതിന്റെ വില കൊടുത്തു കഴിഞ്ഞു. ഇന്ന് ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ, ഇൻസൈഡ് ഓഫ് യു, നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ ആവശ്യമായിട്ടുള്ള വിടുതലുകളും അനുഗ്രഹങ്ങളും നന്മകളും സകലതും ഓൾറെഡി കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, അതിലെ വിടുതലുകൾ ഓൾറെഡി കർത്താവ് ഡിസ്പാച്ച് ചെയ്ത് നിങ്ങളുടെ സ്പിരിറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 പത്രോസ് 1:3. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിലും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും. അപ്പൊ സ്പിരിറ്റിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇതെല്ലാം മാനിഫെസ്റ്റ് ആവും. പക്ഷെ നമ്മുടെ പ്രശ്നം, നമുക്ക് ചിലപ്പം ഈ ഒരു സംഭവമായിരിക്കും നമ്മുടെ വിഗ്രഹം. ചിലപ്പോൾ നിങ്ങൾക്കൊരു വീടായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, ഒരു സ്ഥലമാകാം, ചിലപ്പോൾ ഒരു രാജ്യമാകാം, ചിലപ്പോൾ ഒരു ജോലിയാകാം. നമ്മുടെ ഉള്ളിൽ ഈ ഒരു കാര്യം, അതായത് നമുക്കൊരു ഇറ്റേണിറ്റി ഉണ്ട്, വ്യക്തിമായൊരു ജീവിതമുണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ആ പൊസിഷനും നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് യേശുവിന് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്പിരിറ്റിൽ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുന്നത്. ആ ആത്മാവിന്റെ അഭിഷേകത്തെ നിറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കപ്പെടും. ഹല്ലേലൂയ. എല്ലാം ഒരുക്കപ്പെടും. നിനക്ക് ആവശ്യമായിട്ടുള്ളവ എല്ലാം നൽകപ്പെടും. അപ്പം ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ വലിയ ശക്തി ഇന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കുറേ നേരം ഇന്ന് വചനം ഷെയർ ചെയ്യുവാൻ സാധിച്ചു. റോമാലേഖനം 8-ാം അധ്യായം
അതിന്റെ 4-5 വാക്യം. ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. അപ്പൊ ആത്മീയ അഭിലാഷങ്ങൾ എങ്ങോട്ടാണ് നമ്മളെ എത്തിക്കുന്നത്? നിത്യജീവനിലേക്ക്, ദൈവിക ജീവനിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക്, സമാധാനത്തിലേക്ക്. ജഡികമായ അഭിലാഷങ്ങളുടെ എൻ്റെ എവിടെയാ? മരണത്തിലേക്ക്. ആത്മീയമായ അഭിലാഷങ്ങളോ അത് നമ്മളെ സമാധാനത്തിലേക്കും ദൈവിക ജീവനിലേക്കും. അപ്പോൾ ആത്മീയമായ അഭിലാഷങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിടുതലുകളെല്ലാം ഓൾറെഡി കുരിശിലെ പരിഹാര ബലിയിലൂടെ നൽകപ്പെട്ടവയെല്ലാം കർത്താവിന്റെ ദൈവശക്തി തന്നെ നമുക്ക് വേണ്ടി പ്രൊവൈഡഡ് ആണ്. അത് ഓപ്പൺ അപ്പ് ആക്കുക, അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ വേണ്ടി തുടങ്ങും. മനസ്സിലായോ? അങ്ങനെയാണ് ഇങ്ങനെ വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ബൈബിളിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് 1 പത്രോസ് 5-ാം 6-ാം വാക്യം പത്രോസിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എവിടെയാ ദൈവം നമ്മോട് സംസാരിക്കുന്നത്? ഇൻ അവർ സ്പിരിറ്റ്. പക്ഷെ നമുക്കൊരു സോളുണ്ട്. ഈ സോളിനകത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതത്തിന്റെ മുറിവുകളും വേദനകളും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുവാണ്. ആ റലത്തെയാണ് നമ്മൾ വചനം കേട്ട് നമ്മൾ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് നമുക്ക് അവിടെ സൗഖ്യം കിട്ടണം. അവിടെ സൗഖ്യം കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് നമ്മുടെ സ്പിരിറ്റ് റലത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിന്റെ വചനത്തിന്റെ ഉള്ളിൽ നിന്ന്, കർത്താവിന്റെ ആത്മാവിൽ നിന്ന് നമ്മൾ ശക്തിയെ സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി വസിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. യേശുവേ ആരാധന. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റിലാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് പോലെ തനിച്ചിരുന്ന് തന്നെ മാറിയിരുന്ന് പ്രാർത്ഥിക്കണം എന്നല്ല. അതിനിപ്പോൾ ആ ഒരു ഫെലോഷിപ്പ് വിത്ത് ടൈം അലോൺ വിത്ത് ഗോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾസോ നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. പള്ളിയിലുള്ള, സഭയിലുള്ള വിശ്വാസികൾ ഒരുമിച്ചുള്ള ഫെലോഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം സ്പിരിറ്റ് ലെഡ് ആകുമ്പോൾ അവർ ലൈഫ് വിൽ ബിക്കം പവർഫുൾ അനോയിന്റഡ് ക്രിസ്ത്യൻ ലൈഫ്. ദാറ്റ്സ് വാട്ട് ഗോഡ് ഡിസൈർസ്. അതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ ദൈവത്തിന് ഈസിയാണ്. ഈ ദൈവശക്തിയുടെ നിറവിലൂടെ ഈ ഭൂമിയിൽ കർത്താവിന്റെ മഹാപ്രവൃത്തികൾക്ക് നമ്മൾ സാക്ഷികളായിത്തീരും. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്ന അതുപോലത്തെ പ്രവൃത്തികൾ. എന്നാൽ അന്ന് റിലീജിയസ് സ്പിരിറ്റ് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ഇറ്റ്സ് എ വെരി സ്ട്രോങ് സ്പിരിറ്റ്. റിലീജിയൻ, മതത്തിന്റെ സ്പിരിറ്റ് ദൈവത്തിന്റെ ആത്മാവിനെ ഒപ്പോസ് ചെയ്യും. അപ്പം മതാന്ധത വന്നു കഴിയുമ്പോഴത്തേക്കും അവര് ഇതൊന്നും അല്ല, ഈ സ്പിരിറ്റ് ലെഡ് ലൈഫ് അല്ല നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ സ്റ്റേ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബി ബ്ലസ്ഡ്. ആൻഡ് ഫാദർ ഐ പ്രേ, ഇന്നേ ദിവസം പ്രത്യേകമായ പ്രാർത്ഥന, നിങ്ങൾ ഇന്നേ വരെ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, അവിടുന്ന് എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുവെന്നും ക്രൂശിൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതെന്നും അങ്ങയുടെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ ഞാൻ ദൈവത്തിന്റെ നീതിയായി തീരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, അവിടുന്ന് എന്നെ അവിടുത്തെ പരിഹാര ബലിയിലൂടെ നീതീകരിച്ചതിനായി നന്ദി പറയുന്നു. നിങ്ങളെ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഈവനിങ്. എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ ഇന്ന് കേട്ട വചനമൊക്കെ ധ്യാനിച്ച് ഒരു 10 മിനിറ്റ് ഈശോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇനി അടുത്ത ലൈവില് കണ്ടുമുട്ടാം. ദൈവവചനവുമായിട്ട് കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിച്ചിരിക്കുന്നു. ഓൾറെഡി യു ആർ ബ്ലസ്ഡ് ബിയോണ്ട് മെഷർ. God bless you. Keep me also in prayers. ഇന്നൊരു prayer meeting ഉണ്ട്. So I am heading for that. Pray for me also. Thank you.